ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഗംഗോത്രിയിൽ കുടുങ്ങിയവരെ ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്ത് ഉത്തരകാശിയിൽ എത്തിച്ചിട്ടുണ്ട്. മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 6 ഉയർന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി 2 മൃതദേഹം കൂടി കണ്ടെടുത്തു. പ്രതികൂല കാലാവസ്ഥയിലും ധരാലിയിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ്. പക്ഷേ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് മാത്രമേ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുന്നുള്ളൂ. നമ്മുടെ പ്രതിനിധി പ്രിയ സുനിലും നന്ദു പേരാമ്പ്രയും പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഈ ദൃശ്യങ്ങൾ ANA പകർത്തിയ ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. രക്ഷാപ്രവർത്തനം നടക്കുന്നത് നിലവിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് മാത്രമാണ്. ആ പ്രദേശത്തേക്ക് മറ്റു വാഹനങ്ങൾ ഇനിയും കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ബൈക്ക് പോലും ഇപ്പോൾ ധരാലിയിലേക്ക് പ്രവേശിക്കുന്നില്ല. ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം മാത്രമാണ് നടക്കുന്നത്. അതുപയോഗിച്ച് അവിടെ കുടുങ്ങിപ്പോയ യാത്രക്കാരെ മുഴുവൻ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. ധരാലിക്ക് മുകളിൽ ഗംഗോത്രിക്ക് സമീപം 28 മലയാളികൾ കുടുങ്ങിക്കിടപ്പുണ്ട്. അവരെയും എയർലിഫ്റ്റ് ചെയ്തേക്കും എന്നറിയുന്നു. പക്ഷേ അതിൽ കൂടുതൽ സ്ഥിരീകരണം ആവശ്യമുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അവിടേക്കുള്ള ഭക്ഷണ സാധനങ്ങളും അത്യാവശ്യം മെഡിക്കൽ എയ്ഡുകളുമായിട്ട് ഹെലികോപ്റ്റർ തിരികെ ധരാലിയിലേക്ക് പോവുകയും അവിടെ നിന്ന് തിരികെ ഈ ഹെലിപ്പാഡിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യുന്നു. ഹെലികോപ്റ്റർ വഴി മാത്രമേ നിലവിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നുള്ളൂ എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. പ്രതികൂല കാലാവസ്ഥയിലും ധരാലിയിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാണ്. ഹെലികോപ്റ്റർ ഉപയോഗിച്ച് മാത്രമാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. അവിടെ വൈദ്യുതിയോ അവിടെ ടെലിഫോൺ ബന്ധമോ ഇല്ല. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം ഹെലികോപ്റ്റർ ധരാലിയിലുള്ള ആളുകളുമായിട്ട് തൊട്ടടുത്തുള്ള ഹെലിപ്പാഡിലേക്ക് വരുന്നു. അവിടെ നിന്ന് റോഡ് മാർഗം തിരികെ ഋഷികേശിലേക്ക് മടങ്ങാൻ സാധിക്കും. കിലോമീറ്ററുകളുണ്ട്. പക്ഷേ പലയിടങ്ങളിലും 100-ലധികം ഇടങ്ങളിൽ റോഡുകൾ തകർന്നു കിടക്കുന്നുണ്ട്. ഭാഗീരഥി നദിക്ക് ചുറ്റുമുള്ള റോഡുകളെല്ലാം തകർന്നു കിടപ്പാണ്. ഖീർഗംഗാ നദിയുടെ പരിസരം പൂർണ്ണമായിട്ടും ഇല്ലാതായി. അവിടേക്ക് വരുന്ന പ്രധാനപ്പെട്ട പാലവും റോഡുമെല്ലാം ഒലിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ധരാലിയിൽ നിന്ന് രക്ഷാപ്രവർത്തനം നടത്തി അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ തൊട്ടടുത്തുള്ള ഹെലിപ്പാഡിലേക്ക് എത്തിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. പിയ സുനിൽ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. പിയ സുനിൽ, ഇപ്പോൾ ധാരാളം ആളുകളെ രക്ഷാപ്രവർത്തനം വഴി ഹെലികോപ്റ്റർ വഴി അവിടെ എത്തിക്കുന്നുണ്ട്. ഹെലികോപ്റ്റർ അല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല. നമ്മളും അവിടേക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. നമ്മൾ ഏകദേശം 36 മണിക്കൂർ തുടങ്ങിയ യാത്ര ഇപ്പോഴും ധരാലിയിലേക്ക് എത്തിയിട്ടില്ല. വാഹനം ഒന്നും ധരാലിയിലേക്ക് കടന്നു പോകുന്നില്ല. എന്താണ് ഏറ്റവും ഒടുവിൽ നമുക്ക് അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ പിയ സുനിൽ? അരുൺ, ഒരുപാട് പേർ കുടുങ്ങിയിരിക്കുന്നത് ഗംഗോത്രിയിലാണ്. ഗംഗോത്രിയിലെ ഹർസിലാണ് ഈ ഒരു ധരാലി ഗ്രാമം. അപ്പോൾ ആ ധരാലി ഗ്രാമത്തിലാണ് ദുരന്തമുണ്ടായത്. ഈ ഗംഗോത്രി ഭാഗത്തേക്കുള്ള റോഡുകളാണ് എല്ലാം തകർന്നു പോയത്. അതുകൊണ്ട് അവിടെ നിന്ന് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കാനുള്ള ഏക മാർഗം ഹെലികോപ്റ്റർ വഴി ഇവരെ പുറത്തെത്തിക്കുക എന്നതാണ്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ പ്രധാനമായും ഈ ഹെലികോപ്റ്ററിലൂടെ ചെയ്യുന്നത് ഗംഗോത്രി ഭാഗത്തും ഹർസിൽ മേഖലയിലുമൊക്കെ തന്നെ കുടുങ്ങിയവരെ ഹെലികോപ്റ്റർ വഴി ഇപ്പോൾ ഉത്തരകാശിയിൽ എത്തിക്കുകയാണ്. അങ്ങനെ ഉത്തരകാശിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് റോഡ് മാർഗം പോകാം. അരുൺ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മുടെ ക്യാമറാമാൻ നന്ദു പേരാമ്പ്ര കാണിക്കുന്ന ദൃശ്യം ഈ തകർന്ന റോഡ്, അതായത് ഇന്നലെ രാവിലെ 5:30 മണിക്ക് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ തകർന്നു കിടന്ന ഒരു റോഡുണ്ട്. ആ റോഡ് ഇപ്പോൾ BRO ശരിയാക്കിയിരിക്കുന്നു. ആ റോഡിലൂടെ ഒരു വാഹനത്തിന് കടന്നു പോകാൻ കഴിയുന്ന രീതിയിൽ ഇപ്പോൾ ആദ്യത്തെ റോഡിന്റെ ഒരു തകർന്ന റോഡ് ഇപ്പോൾ BRO പുനർനിർമ്മിച്ചിരിക്കുകയാണ്. അപ്പോൾ BRO ആ ആദ്യത്തെ റോഡ് തുറന്നിരിക്കുന്നു. അപ്പോൾ ഘട്ടം ഘട്ടമായി BROന്റെ ഈ പ്രവർത്തനങ്ങളും തുടരുന്നുണ്ട്. റോഡ് മാർഗമുള്ള ഈ ഒരു ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളും ഇപ്പോൾ തുടരുന്നുണ്ട്. ഏതായാലും ഹെലികോപ്റ്റർ സർവീസ് ഇന്ന് വളരെ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. ഇത് ആർമിയുടെ ഹെലികോപ്റ്ററാണ്. ഏതായാലും ഇവിടുത്തെ സാഹചര്യങ്ങൾ നിരീക്ഷിക്കാനുള്ള ഒരു പറക്കലാണ് ആർമി ഇവിടെ നടത്തുന്നത്. ഏതായാലും ഇന്ന് വളരെ വേഗത്തിൽ വളരെ സജീവമായി തന്നെ ഈ രക്ഷാപ്രവർത്തനം ഇവിടെ തുടരുകയാണ്. ഇന്ന് 3-ാം ദിവസമാണ്. 3-ാം ദിവസമാകുമ്പോഴും നമുക്ക് ഇവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഈ ഒരു ദുരന്ത മേഖലയിൽ നിന്ന് പുറത്തു വരുന്നില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. രക്ഷാപ്രവർത്തനവും വളരെ മന്ദഗതിയിലായിരുന്നു. കാരണം കൂടുതൽ പേർക്ക് അവിടെ എത്താൻ കഴിയാത്തൊരു സാഹചര്യമായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഒരുപാട് പേരെ അവിടെ എത്തിച്ചു. ഏതായാലും ഇന്ന് രക്ഷാപ്രവർത്തനം സജീവമായിട്ടുണ്ട്. അവിടെ കുടുങ്ങിക്കിടന്നവരെ ഇപ്പോൾ ആ ഗംഗോത്രി മേഖലയിൽ നിന്ന് ഹർസിൽ മേഖലയിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏതായാലും റോഡ് മാർഗം ഈ രക്ഷാപ്രവർത്തകർക്ക് എത്താനുള്ള നീക്കവും ഇപ്പോൾ സജീവമായിട്ടുണ്ട്. അതിന്റെ ആദ്യ പടി എന്നോണം ഈ ബട്ട്വാടിയിലെ തകർന്ന 2 റോഡുകളിൽ ഒരെണ്ണം ഇപ്പോൾ ഗതാഗത യോഗ്യമാക്കിയിരിക്കുന്നു BRO. ഇന്നലെ രാത്രി മുഴുവൻ നടത്തിയ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ റോഡ് ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്ത് മറ്റൊരു റോഡ് കൂടി തകർന്നിട്ടുണ്ട്. ആ റോഡിന്റെ പ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഒരു 11 മണിയോടെ അല്ലെങ്കിൽ 12 മണിയോടെയോ ആ റോഡ് കൂടി തുറക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് 15
കിലോമീറ്റർ അപ്പുറത്തുള്ള ഗഗൌനിയിൽ എത്തിച്ചേരാൻ കഴിയും. ഗഗൌനിയിലെത്തിയാൽ പിന്നീട് അവിടെ ഒരു പാലം നിർമ്മിക്കേണ്ടതുണ്ട്. ആ പാലം നിർമ്മിച്ചാൽ മാത്രമേ പിന്നീട് റോഡ് മാർഗം ഈ ഒരു ദരാലി മേഖലയിലേക്ക് വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കുകയുള്ളൂ, അവിടെ എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഘട്ടം ഘട്ടമായി BRO അവരുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നു. അതിനിടയിൽ ഗംഗോത്രി മേഖലയിൽ, ഹർസിൽ മേഖലയിൽ കുടുങ്ങിയവരെ ഹെലികോപ്റ്റർ മാർഗം ഉത്തരകാശിയിൽ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഇപ്പോൾ ഇവിടെ തുടരുകയാണ്. അരുൺ.